ഇന്ന് ഞങ്ങളുടെ യാത്ര റിയാദിലേക്കാണ് കേട്ടോ. സൗദിയുടെ തലസ്ഥാനത്തിലേക്ക് നമ്മൾ ഇതുവരെ യാത്ര പോയില്ല. പല സ്ഥലങ്ങളിലും യാത്രകൾ പോയി, പല രാജ്യങ്ങളിലും പോയി തിരിച്ചു വന്നു. പക്ഷെ ഇതുവരെയും സൗദി തലസ്ഥാനത്തേക്ക് യാത്ര പോയില്ല കേട്ടോ. അപ്പോ റിയാദിലേക്ക് ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ച് ഇന്നിങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇനി റിയാദിലെ കുറച്ച് വിശേഷങ്ങൾ ഇനി ഉള്ള ദിവസങ്ങളിൽ കാണാം. ഇപ്പൊ റിയാദിൽ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോ റിയാദിലെ കുറേ വിശേഷങ്ങൾ കാണാനുണ്ട്, പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്, പല ആ, കേന്ദ്രങ്ങളിൽ പോകാനുണ്ട്, പല സിറ്റികളിൽ പോകാനുണ്ട് റിയാദിലെ. അപ്പോൾ നമുക്കിനി റിയാദിലെ വിശേഷങ്ങളാണ് കുറച്ച് ദിവസം ഉണ്ടാവുക. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും റിയാദിൽ എത്തിയ ഉടനെ തന്നെ കുട്ടികൾക്ക് സൂ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ മൃഗശാലയിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു തൂക്കുപാലമൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് വളരെ ആകാംക്ഷയോടുകൂടി കാണിച്ചു കൊടുത്തു. പക്ഷെ തൂക്കുപാലത്തിന്റെ ആ റോഡേ പോകാൻ പറ്റില്ല, അതിന്റെ ഇപ്പുറത്തെ റോഡേണ് പോയപ്പോ ദൂരെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇപ്പൊ തൽക്കാലത്തേക്ക് കാണുക, പിന്നെ നമുക്ക് തൂക്കുപാലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ റിയാദിൽ നമുക്ക് വളരെ പരിചയം ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് മനസ്സിലാവുന്നുമില്ല. ഇത് കണ്ടില്ലേ, ഈ തൂക്കുപാലത്തിന്റെ ഇപ്പുറത്തു കൂടിയുള്ള ഒരു മക്കാർ റോഡ് വഴിയാണ് നമ്മളിപ്പോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മക്കാർ റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ റോഡ് ദേ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തൂക്കുപാലം. ഈ കാണുന്നതാണ് തൂക്കുപാലം. ഇവിടെ ഭയങ്കര കിടങ്ങാണ്. ഈ കിടങ്ങിനെ ന്റെ മേളിൽ കൂടിയാണ് ഈ തൂക്കുപാലം. ഇപ്പൊ നമ്മൾ പോകുന്നത് അതിഭയങ്കരമായ ഇറക്കം ഇറങ്ങി ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് അപ്പുറത്ത് തൂക്കുപാലം കാണുന്നത്. പക്ഷെ തൂക്കുപാലം കാണാൻ ആ പാലത്തിൽ കൂടെ പോയാൽ നമുക്ക് വലിയ ഇതായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്പോ പാലത്തിന്റെ സൈഡിലൊന്നും നിർത്താനും പിടിക്കാനും ഒന്നും പറ്റില്ല. അപ്പൊ ദൂരെ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റോഡിൽ തന്നെ പോകണം. പിന്നെ ആ തൂക്കുപാലത്തിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോയാൽ തൂക്കുപാലത്തിന്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. എന്തായാലും നമ്മളിങ്ങനെ മക്കാർ റോഡ് വഴി ഇങ്ങനെ പോവാണ്. നമ്മുടെ ഒരു സുഹൃത്തിനെ കാണണം. അപ്പൊ അത് കണ്ടിട്ട് വേണം നമുക്ക് റിയാദിലൊക്കെ ചുറ്റിക്കറങ്ങാന്. ഇപ്പോ ദരിയ ദരിയ ആ ഏരിയയിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ റിയാദിന്റെ ദിരിയ എല്ലാം നമുക്ക് കാണാനുണ്ട്. അവിടെയൊക്കെ ഭയങ്കര ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യ ഇപ്പൊ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അവിടെയൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. സൗദി അറേബ്യ പഴയ പോലെ അല്ല, അതിഭയങ്കരമായിട്ട് റിയാദ് വികസിച്ച് വികസനത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ്. ഇനിയും വികസനങ്ങൾ വരാനുണ്ട്. എന്ന് പറഞ്ഞാൽ 2034 നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്തവും ആദ്യം ഇല്ലാത്ത വികസനമാണ് ഇപ്പൊ നടക്കുന്നത്. റോഡിൽ കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. ഉച്ച സമയമാണ്, എന്നിട്ട് പോലെ നല്ല തിരക്കുണ്ട്. ചെറിയ മഴക്കാറുണ്ട് കേട്ടോ. ഈ ചൂടത്തിന് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. റിയാദ് ടവറാണ് ആ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അതിന്റെ അടുത്തേക്ക് ഒക്കെ പോകേണ്ടതുണ്ട്. അവിടെ എല്ലാം പോയിട്ട് നമ്മൾ വീഡിയോയും ഒക്കെ എടുത്ത് കാണിക്കാം നിങ്ങളെ. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെയുള്ള ഒരു പോകുന്ന വഴിയിൽ ഞങ്ങളൊരു ചെറിയൊരു വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ ഒരു പൂളാണ്. ഇവിടെ ഇങ്ങനെ ഒരു സൗദിയുടെ ഈ ഇത്രയും ചൂടത്ത് റിയാദിന്റെ മധ്യത്തിൽ ഇങ്ങനെ ഒരു പൂള് ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ പൂളെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പൂള്. 4 സൈഡിലും ഭയങ്കര കുന്നുകളാണ്. ആ കുന്നിന്റെ നടുവിലാണ് ഈ കുളം ഉള്ളത് കേട്ടോ. കുളം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് ഇത്രയും വെള്ളം വന്നതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. നിറച്ച് മീനെന്ന് പറഞ്ഞാൽ മീൻ ആവശ്യം പോലെ മീനുണ്ട്, ആവശ്യം പോലെ മീൻ. അതുപോലെ തന്നെ താറാവിനെ ഇട്ടിട്ടുണ്ട്, ആവശ്യം പോലെ താറാവുണ്ട്. അടുത്തെങ്ങും വീടും ഇല്ലെന്നാണ്. പക്ഷെ ഈ താറാവുകളൊക്കെ എവിടെ നിന്ന് വന്നെന്ന് അറിയില്ല. 4 സൈഡും കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങ് ഉയരത്തിലാണ് വീടുകളൊക്കെ ഇരിക്കുന്നത്. ആ വീട്ടിൽ നിന്നൊന്നും താറാവ് വരാനൊന്നും സാധ്യതയില്ല. ആരോ താറാവിനെ ഒന്നോ രണ്ടോ എണ്ണത്തിനെ കൊണ്ടിട്ടതാണ്. അതിങ്ങനെ പെറ്റി വരി ഇപ്പൊ നിറച്ച് താറാവായി. പൊക്കൊന്നും കാണുന്നില്ല, പക്ഷെ ആവശ്യം പോലെ മീനുണ്ട്. ഇത് കണ്ട ഇങ്ങനെ പുരുപുരാ പൊങ്ങുന്ന അത് മൊത്തം മീനാണ്. ആൾക്കാർ മീനിന് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുത്ത് ആ തീറ്റ ഇങ്ങനെ വെള്ളം നിറച്ച് കിടക്കുക. ഒരു സൈഡിൽ നിറച്ച് പുല്ലുണ്ട്. പക്ഷെ ഒരു നല്ല വിസ്തീർണത്തിലുള്ള ഒരു കുളം. ആൾക്കാരിങ്ങനെ ആവശ്യം പോലെ നടക്കാനായിട്ട് വരുന്നുണ്ട്. ശരിക്കും ജനമുണ്ട് കേട്ടോ. നമ്മൾ പോയപ്പോഴത്തേക്ക് ഒരു 4 മണി സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിറഞ്ഞ ആൾക്കാർ അവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യം പോലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റാതെ നടക്കുമ്പോൾ ഏതാണ്ട് നല്ല വലിയ വലിയ മീനുകൾ. പക്ഷെ മീനുകളെ കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ആൾക്കാർ മീനിന്റെ തീറ്റ കൊണ്ട് ഇങ്ങനെ വാരി എറിഞ്ഞിരിക്കുകയാണ്. അത് നിറച്ച് കിടക്കുക. പക്ഷെ വേറെ രീതിയിലുള്ള വൃത്തികേടുകളൊന്നുമില്ല. അതിനകത്ത് ഇറങ്ങുവോ കുളിക്കുകയോ കാല് കഴുകുകയോ അങ്ങനെയുള്ള പരിപാടീസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാം, കുറച്ച് നടക്കാം, അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ.
ഓക്കെ, താറാവ് വരുന്നുണ്ടോ? ആവശ്യം പോലെ താറാവുണ്ട്. അത് എവിടെ നിന്ന് കൊണ്ടിട്ടതാണെന്നൊരു പിടുത്തമില്ല. കുറേ ഉണ്ട്, കുറേ ഉണ്ട്. അവിടെ കരയിൽ ഇങ്ങനെ കയറി ഇരിക്കുന്നുണ്ട്, വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആസ്വദിക്കുകയാണ് അവര്. ആവശ്യം പോലെ താറാവ്. കണ്ടില്ല, താറാവിനെ ഇവിടെ കൊണ്ടുവിടാൻ ഒരു വഴിയില്ല. 4 സൈഡിലും മലയാണ്, മലയുടെ മേളിലാണ് വീടുള്ളത്. ഇവിടേക്ക് ഒരു വിധത്തിലും താറാവ് വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ ഇത്രയും കുന്നിന്റെ മേളില് ഇവിടെ നിന്ന് ഇത്രയും വെള്ളം അവിടെ വന്നു എന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് എവിടെ നിന്നുണ്ടായതായിരിക്കും, എങ്ങനെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതാണോ, ഇത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഞങ്ങള് അവിടുന്ന് നേരെ സൂവിൽ പോയി. അപ്പോൾ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി കേട്ടോ. ഈ ചുട്ടാ ചൂടില് അതിഭയങ്കരമായ മഴ, അതിഭയങ്കരമായ മഴ എന്ന് പറഞ്ഞാൽ ഒരു 10-25 മിനിറ്റ് സൂപ്പർ മഴ പെയ്തു, സൂപ്പർ മഴ പെയ്തത്, സൂപ്പർ മഴ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സൂവില് നല്ല വെയിലായത് കാരണം ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ വയ്യ, തറയിലൊന്നും ചവിട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇനി നടക്കണോ നടക്കട്ടെ എന്ന് വെച്ചിട്ട് എങ്ങനെ ഇരിക്കാനും ഉള്ള ഒരു സുഖമില്ല. എന്ന് പറഞ്ഞാൽ ചൂട്, നല്ല ചൂടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിഭയങ്കരമായ മഴ. ഏതാണ്ട് 20-25 മിനിറ്റ് സൂപ്പർ മഴ പെയ്തു. അന്നേരം മൃഗങ്ങളൊക്കെ എല്ലാം അകത്ത് കയറി, ഒന്നും ഞാൻ കാണാനും പറ്റിയില്ല. അങ്ങനെ അവനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തൊക്കെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു. എന്ന് പറഞ്ഞാൽ സൂ വൈകുന്നേരത്ത് അടയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് നിൽക്കാനൊന്നും പറ്റില്ല. ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് ഒത്തിരി മൃഗങ്ങളുണ്ട്. പക്ഷേ ചൂട് സമയമായത് കാരണം എല്ലാം അതിന്റെ മാളങ്ങളിൽ കയറി ഒളിച്ച് അല്ലെങ്കിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളവിടെ പോയത്. നമ്മളവിടെ പോയതും ഭയങ്കര മഴ പെയ്തു. മഴ പെയ്തപ്പോഴത്തേക്കും പിന്നെയും ഒട്ടും മൃഗങ്ങളൊന്നും ഇറങ്ങിയില്ല. അത് കണ്ടോ, പുലിയൊക്കെ ഉണ്ട് ഇവിടെ. പുലിയൊക്കെ, അടിപൊളി പുലികളൊക്കെ കിടപ്പുണ്ട്. വിശന്നു വലഞ്ഞ പുലികളാണ് കിടക്കുന്നത്. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങി മഴ പെയ്തപ്പോഴത്തേക്കും. അതുവരെ ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങാത്ത പുലിയും മറ്റുള്ള മൃഗങ്ങളും ജന്തുക്കളും എല്ലാം പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. പക്ഷേ കാണാൻ കൂടുതൽ നേരം നമുക്ക് അവിടെ നിന്ന് സമയം വേസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല, കുട്ടികൾക്ക് അവിടെ ചെന്നപ്പോഴേ വലിയ താല്പര്യമില്ല. അവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പോലുള്ള സൂവും അതും സെറ്റപ്പും ഒക്കെ ആയിരിക്കുന്നു. ഇവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ മൊത്തം ചൂടും പുറത്തിറങ്ങി നടക്കാനും പറ്റാത്ത വല്ല അവസാനം പിന്നെ എനിക്ക് ആവശ്യം പോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ മേൽക്കൂരയൊക്കെ ഉണ്ടാക്കി മൂടി ഇങ്ങനെ ഇട്ടിരിക്കുക. ചൂട് കാരണം സഹിക്കാൻ വയ്യ. എന്തായാലും മഴ പെയ്തപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ സുഖം തോന്നി. പക്ഷേ എനിക്ക് തോന്നുന്നു മഴ പെയ്തപ്പോഴത്തേക്കും ചൂട് കൂടിയെന്നാണ് തോന്നുന്നത്. ആവിയും എല്ലാം ഇറങ്ങിയത്. നമ്മുടെ നാട്ടിലെ കാക്കയുണ്ട്, കാക്കയെ കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിലിട്ടിരിക്കുകയാണ്. ആർക്കും വേണ്ടാത്ത കാക്ക. ഇവിടെ ആവശ്യം പോലെ ആൾക്കാർ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് കാരണം കാക്കയെ കൂടുതൽ അടച്ചിട്ടിരിക്കുക. കുട്ടികൾ കണ്ടപ്പം കാക്കയെ കൂടെ ഇവിടെ എന്നിങ്ങനെ വിളിച്ചും പാടിയും കൊണ്ടിരിക്കുക. ഇതാവശ്യം പോലെ ഇവിടെയുണ്ട് താറാവും പിന്നെ കടലിലെ കിളികളും വേഴാമ്പലും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വേഴാമ്പലിനെ പോലെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇത് പറന്നു പോകില്ല എന്തോ, അതിങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ. നോക്കി, അവിടെ തുറന്നു കിടക്കുക. അതായത് നമ്മൾ അതൊക്കെ കണ്ടു. തിരിച്ചിങ്ങോട്ട് റോഡേ വരുമ്പോഴുണ്ട് ഇവിടെ കുറേ കുരങ്ങന്മാരെ കണ്ടു. ദേ ആവശ്യം പോലെ കുരങ്ങന്മാർ കേട്ടോ. ഇവിടെ നിറച്ച് കുരങ്ങന്മാർ കിടക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ റിയാദ് സിറ്റിയിൽ പോയിട്ട് റിയാദ് ടവറൊക്കെ കണ്ട് ഇന്ന് നമ്മൾ എന്തായാലും റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ നമ്മൾ റിയാദിന് ഉള്ള യാത്രകളാണ്. റിയാദിലെ വിശേഷങ്ങൾ ഇനി നമ്മൾ കാണിക്കാം. അപ്പോൾ ഇവിടെ ചൂടും മഴയും ഒക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സൗദിയുടെ പല ഭാഗങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. മക്കയിലും അതുപോലെ തന്നെ അസീർ പ്രവിശ്യകളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും ഇന്ന് റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ നല്ല നല്ല വീഡിയോസ് ഇടാം. ഇപ്പോൾ അത്രത്തോളം നല്ല വീഡിയോസ് ഇന്ന് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു 4 മണിയോട് അടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള വീഡിയോസ് ഒക്കെയാണ് ഇന്ന് തൽക്കാലത്തേക്ക് ഇട്ടത്. നാളെ മുതൽ നമുക്ക് നല്ല വീഡിയോസ്, റിയാദിന്റെ വീഡിയോകൾ എടുക്കാം. വീഡിയോസ് കാണാം. ഇപ്പം റിയാദ് ടവറിന്റെ രാത്രിയിലുള്ള സീനാണ് കാണുന്നത്. അതിന്റെ പകലുള്ള സീനൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ചൂടത്ത് എത്രത്തോളം ഫലവത്താണ് യാത്ര എന്നുള്ളത് അറിയില്ല. അതാണ് ഇപ്പം ഗൾഫ് കൺട്രീസിലൊന്നും യാത്ര ചെയ്യാൻ വയ്യാതിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്താണ്. ഇനി നല്ല വീഡിയോകളുമായിട്ട് നാളെ വീണ്ടും